ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരു വർഷം മുന്നേ ഇതേ പാറ്റേണിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ 30 കഴിയുമ്പോഴേക്കായിരിക്കുമല്ലേ നമ്മൾ സ്ത്രീകൾക്ക് ഓരോ മൈൻഡിൽ പല തോട്ട്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏജാണ് 30s എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം മാക്സിമം പോസിറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഞാനൊരു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവോടുകൂടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നത്തെ രാവിലെകൾ മനോഹരമായിരിക്കണം അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്തായാലും സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് ആണെങ്കിലും സമയം കണ്ടുപിടിക്കുക കേട്ടോ. രാവിലത്തെ ഒരു സൂര്യോദയം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാതങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മൈൻഡിനൊരു റിഫ്രഷ്മെൻറ്റും നല്ലൊരു എനർജിയൊക്കെയാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നത് തന്നെ ഒരു മോട്ടിവേഷനോട് കൂടി തന്നെയാണല്ലേ. അതായത് ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്, നമ്മൾ ഒന്നിലും തളരുന്നില്ല എന്നൊരു മോട്ടിവേഷൻ കൂടിയാണ് സൂര്യോദയം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കുറച്ച് സമയം കണ്ടുപിടിക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കോലം വരയ്ക്കാറുണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും. എനിക്കത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനും ഒരു കോൺഫിഡൻസും ഒക്കെ വലുത് തന്നെയാണ് കേട്ടോ. അത് തമിഴ്നാടിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ ഒരു മലയാളി ആയിരുന്നിട്ട് കൂടി ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയൊരു കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മോർണിംഗ് ഡ്രിങ്ക് നമ്മൾ കുടിക്കാട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വില കൂടിയ പ്രോട്ടീൻ പൗഡറുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാൻ ജീര വാട്ടർ അല്ലെങ്കിൽ ചിയ സീഡ് വാട്ടറാണ് കുടിക്കുന്നത്. ചിയ സീഡിൻ്റെ മോർണിംഗ് ഡ്രിങ്കിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വ്ളോഗൊക്കെ കണ്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഇളം ചൂടുള്ള വെള്ളം കുടിച്ചാലും മതി കേട്ടോ. അതൊക്കെ കുടിക്കുമ്പോഴേക്കും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് തന്നെ നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കി കുറച്ച് നേരം നാച്ചുറിനെ സ്നേഹിക്കുക എന്നുള്ളത്, അതായത് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ചെടികളുടെ പച്ച കളറൊക്കെ കാണുമ്പോൾ കണ്ണിന് കുളിർമയേകുകയും നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ഒരു പോസിറ്റിവിറ്റി വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം റീസെൻ്റായിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഈ ഒരു ഓട്സിൻ്റെ ഡ്രിങ്കാണ് കുടിക്കുന്നത് കേട്ടോ. ഞാനും ഹസ്ബൻഡും ഇതാണ് കഴിക്കുന്നത്. പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയിട്ടുള്ള ഇഡ്ഡലി, ദോശ, ഇതിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ്, അതായത് ടേസ്റ്റിനല്ല പ്രധാനം കൊടുക്കേണ്ടത്, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ കഴിക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. രാവിലത്തെ ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കൃത്യസമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും കഴിക്കുക. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഓട്സിൻ്റെ ഒരു സ്മൂത്തിയാണ്. ഓട്സും ചെറിയ പഴവും കൂടി ഇട്ടിട്ട് കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി ഇട്ട് ഒരു ഏലക്കയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓട്സ് സ്മൂത്തി കുടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് തടി വെച്ചു എന്ന് തോന്നുമ്പോൾ ഞാനിതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു മോട്ടിവേഷൻ കൊണ്ടുവരാനും എനിക്ക് എന്നെ തന്നെ ഒന്ന് ഒരു സെൽഫ് പാമ്പറിങ് ഒക്കെ പോലെ ഞാൻ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് കഴിക്കാം, ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ധൃതി പിടിച്ച് നമ്മളെല്ലാം രാവിലെ കുക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളത് എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് റിലാക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണല്ലേ നമ്മുടെ ആ ഒരു ഡേ ഒരു ഫുൾഫിൽ ആവുന്നത്. അപ്പം ഞാൻ എപ്പോഴും ആമിയെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. കാരണം എനിക്ക് എവിടെയെങ്കിലും ഒരിടത്തൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ചെടികളെ സ്നേഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ഇങ്ങനെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരും ഗാർഡനിങ് ഒക്കെ ഉള്ളവരും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ചെടികളുമായിട്ട് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും മൈൻഡിന്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഈ ചെടികളിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവരെ നോക്കി വളർത്തി ഇത് നമുക്ക് തരുന്നൊരു പൂവോ കായ് ഫലമോ ഒക്കെ
കിട്ടുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ നമ്മുടെ മക്കളെ പോലെ തന്നെ ഇവരെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും മനോഹരമായിട്ട് നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ അറിയാവുന്ന ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂലോകത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചെടികളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ ചെടികൾ ഇത്രയും ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഒരു വീട്ടമ്മ ആയിരിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ആ ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ 1-2 ചെടിയാണെങ്കിൽ പോലും അതിനെ ഒന്ന് തലോടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ചെടികളെ സ്നേഹിക്കാറുണ്ട്, ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്, ഇവരെ നോക്കാറുണ്ട്. ഇത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. 30കൾ കഴിയുമ്പോഴേക്കായിരിക്കും നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഹെയറിന് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. അപ്പം എനിക്കൊരു 30 വയസ്സ് കഴിഞ്ഞ സമയം തൊട്ടേ ഹെയർ ഫാൾ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഞാനൊരു 6 മാസത്തോളം ട്രീറ്റ്മെൻറ്റിലും ആയിരുന്നു. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അത് വന്നതെന്ന് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നീട് ഞാൻ വളരെയധികം മാനസികമായിട്ട് വിഷമിക്കുകയും എനിക്ക് വല്ലാതൊരു ബുദ്ധിമുട്ട് തോന്നുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് നമ്മൾ ഉള്ളിൽ തന്നെ ഒരു മോട്ടിവേഷൻ നമ്മൾ തന്നെ സ്വയം കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് ഹെയറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് ഈ ഡ്രിങ്കുകളായിട്ടും അതുപോലെ ഹെയർ പാക്കുകളായിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. ഇഷ്ടംപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കുകളുണ്ട്. ഞാൻ ഇന്നിപ്പോൾ അലോവേറ ഒന്ന് നമ്മുടെ ഗാർഡനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്ത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഹെയർ ഓയിൽ ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വ്ളോഗിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹസ്ബൻഡിനാണെങ്കിൽ മാമ എർത്തിൻ്റെ ഷാമ്പുവും കണ്ടീഷണറാണ് മേടിച്ചതെന്ന്. അപ്പോൾ ഇത് ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേടിച്ചത്. ഞാൻ ഈ കോട്ടയ്ക്കലിൻ്റെ ആയുർവേദ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ കോട്ടയ്ക്കലിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. ഇത് ഡയറക്റ്റായിട്ട് കടയിൽ പോയി മേടിച്ചതാണ്. 2 പ്രോഡക്റ്റുകളും ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഒരു പ്രോഡക്റ്റിൻ്റെയും പ്രൊമോഷൻ വീഡിയോ വരത്തില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ യൂസ് ചെയ്ത് 1 മാസത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾ യൂസ് ചെയ്ത് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതേ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സ്കിന്നിന് അല്ലെങ്കിൽ ഹെയറിന് സ്യൂട്ട് ആവുന്ന പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ഏതൊരു കെമിക്കൽ പ്രോഡക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക കേട്ടോ. അല്ലാതെ മറ്റുള്ള പ്രൊമോഷൻ വീഡിയോസും മറ്റും കണ്ടിട്ടൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യരുത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി വൺസ് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് മുഖത്ത് ഇടുന്നത് ഞാനത് സ്ഥിരമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ റീസെൻ്റായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ മാമ എർത്തിൻ്റെ തന്നെ മുൾട്ടാണി മിട്ടിയുടെ ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ടൊമാറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാതെ ഒരു ടൊമാറ്റോ എടുത്തൊന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് വൈറ്റ് ഷുഗറും കൂടി വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ട് അത് ആദ്യം കഴുകി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ടൊമാറ്റോയുടെ നീര് മാത്രം തേച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അതാണെങ്കിലും വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെമഡീസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് വീക്ക്ലി വൺസ് നിങ്ങൾ ഇടുക. ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ നെയിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് നെയിൽ വളർത്തുമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനെ വളർത്തുന്നില്ല. ഇതിങ്ങനെ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ വീക്ക്ലി വൺസ് വളരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് വളരാനായിട്ട് സമ്മതിക്കത്തില്ല. അതിന് മുന്നേ തന്നെ കട്ട് ചെയ്ത് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആമിക്കാണെങ്കിലും സ്കൂളിലും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഞാനായിട്ട് ഇനി അത് അങ്ങനെ ഒരു ശീലം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനും നെയിൽ കട്ടിങ് ചെയ്യാറുണ്ട് ഇപ്പോൾ. പിന്നെ നെയിൽ പോളിഷ് ഇടുന്നത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നഖങ്ങൾക്ക് ഭംഗി കിട്ടണമെങ്കിൽ നെയിൽ പോളിഷ് ഇടണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളുടെയൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നല്ല പച്ച മൈലാഞ്ചി കിട്ടുമെങ്കിൽ അത് അരച്ച് തേച്ചാലും മതി. അതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ നഖങ്ങൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖത്തിനും നഖങ്ങൾക്കും ഒക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമല്ലേ. അപ്പം ഞാൻ എൻ്റെ നഖങ്ങൾക്ക് എപ്പോഴും നെയിൽ പോളിഷ് ഇട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതെനിക്ക് എന്തോ കൊച്ചിലെ തൊട്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നെയിൽ പോളിഷ് ഇട്ടത്. അപ്പം ഞാൻ ഈ ഫേസ് പാക്ക് ഇട്ടതിൻ്റെ ഇടയിലാണ് പോയിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ടിരുന്ന സമയത്താണ് കേട്ടോ ഞാൻ നെയിൽ പോളിഷ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഡെയിലി 2 തവണ കുളിക്കാറുണ്ട്, രാവിലെയും
വൈകുന്നേരവും കുളിക്കാറുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഡെയിലി നിങ്ങൾ തല കുളിക്കാനായിട്ട് ശ്രമിക്കുക. തല കുളിക്കരുതെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം നമ്മൾ കുളിക്ക് പ്രാധാന്യം കൊടുക്കുക അത്രത്തോളം നമ്മുടെ ശരീരം വൃത്തിയായിട്ട് ഇരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആകെ ടയേർഡായിട്ട് ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതും പേഴ്സണൽ ചോയ്സാണ്, വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ്സ്, വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ പുറത്തിടുന്നത് പോലെ തന്നെ അത്യാവശ്യം വൃത്തിയുള്ള ഡ്രസ്സുകൾ ഇട്ട് തന്നെ നിൽക്കുക കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൈറ്റി അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം എനിക്കത് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സാണ് കേട്ടോ. എന്ന് കരുതി നൈറ്റി ഇടുന്നവരെല്ലാം മോശക്കാരാണെന്നല്ല പറയുന്നത്. നല്ല ലൂസുള്ള നൈറ്റിയും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ചുരിദാർ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക തരം കോൺഫിഡൻസും എന്നെ തന്നെ എനിക്കൊരു കാണാനൊക്കെ എനിക്ക് ചുരിദാറിൽ കാണാനാണ് എന്നെ ഇഷ്ടം. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണോ അതിടുക. എന്ത് വസ്ത്രം ഇട്ടാലും നീറ്റായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. നീറ്റ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും കഴുകാതെയുള്ള ഡ്രസ്സുകൾ ഇടണമെന്നല്ല, നല്ല വൃത്തിയുള്ള കഴുകിയ ഡ്രസ്സുകൾ ഇടുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ലൊരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ ചൂസ് ചെയ്യുക. വലിച്ചു വാരി മുടിയൊന്നും കെട്ടിവെക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ഒതുക്കി ഒന്ന് കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ഫോളോ ചെയ്യുന്ന 2 ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ചെയ്യുന്ന നല്ല നല്ല ഹെയർ സ്റ്റൈലുകൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഐബ്രോ ത്രെഡിങ് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി എനിക്ക് ഈ ഒരു ഐബ്രോ ത്രെഡിങ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ പണ്ട് ഇവിടെ ചെന്നൈയിൽ ഇവിടെ വന്ന സമയത്തൊക്കെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ മാസം തോറും പാർലറിൽ കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് ആയപ്പോഴത്തേക്കും പുള്ളിക്ക് ഇങ്ങനെ ഓഫീസിൽ പോകുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ആകെ കിട്ടുന്നൊരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ പോകാനുള്ളൊരു സമയം കിട്ടാതെ ആയപ്പോൾ, പിന്നെ ആമിയൊക്കെ ഉണ്ടായതിന് ശേഷം എനിക്കിതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതായപ്പോൾ ഞാൻ തന്നെ സ്വയം വീട്ടിലിത് ചെയ്യാനായിട്ട് പഠിച്ചായിരുന്നു. ഞാനും യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഇന്ന് വരെ പാർലറിൽ ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. ഞാൻ സ്വന്തമായിട്ടാണ് ഐബ്രോ ചെയ്യുന്നത്. ഒരുപാട് പ്രൊഫഷണലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും അത്യാവശ്യം എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു മേക്കപ്പ് ചെയ്യുക കേട്ടോ. ഒരുപാട് അങ്ങനെ വില കൂടിയ പ്രോഡക്ട്സുകളൊന്നും മേടിക്കണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ ഇടും, പിന്നെ ഒരു സിന്ദൂർ വെക്കും, പൊട്ട് വെക്കും. എത്രയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ലിപ് ബാം ഇടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ലിപ് ബാം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു 3 ഷെയ്ഡാണുള്ളത്. പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ റെഡിൻ്റെ ഒരു ഷെയ്ഡുമാണ് ഉള്ളത് കേട്ടോ. ഒന്ന് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചതാണ്, പിന്നെ മറ്റത് 2ഉം ഡാസ്ലറിൻ്റെതാണ്. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നൊരു ലിപ്സ്റ്റിക്ക്, ഇതും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ താല്പര്യമില്ല, ചുണ്ടിന് പ്രശ്നമുള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ചുണ്ടുകൾ വെടിച്ച് കീറുന്നൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇയർ റിങ്സ്. എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇല്ല, കുറച്ചാണുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇയർ റിങ്സ് ഒക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയർ റിങ്സ് ഇങ്ങനെ ഇടുന്നത്. പുറത്ത് പോകുമ്പോഴാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഇയർ റിങ്സ് ഇടും. ഇതിടുമ്പോഴേക്കും എനിക്കൊരു സ്പെഷ്യൽ കോൺഫിഡൻസ് കിട്ടാറുണ്ട്. എന്നെ തന്നെ കാണാനൊരു ഭംഗി കൂടിയതുപോലെ ഞാൻ സ്വയം ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇയർ റിങ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണ്. ഇപ്പോൾ നിങ്ങൾ ഗോൾഡ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ടിരുന്നാൽ മതി. എന്നാലും ഇടയ്ക്കൊക്കെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഇയർ റിംഗ് കളക്ഷൻസ് ഇതൊക്കെയാണ്. ഇതിൽ കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. വേണ്ടാത്തതൊക്കെ ഇനി ഡീക്ലട്ടറിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ തന്നെ ഒന്ന് നോക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ മിററിലാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പോയിട്ട് കണ്ണാടിയിൽ നോക്കുക, എന്നിട്ട് സ്വയം പറയുക എന്നെ കാണാൻ എത്ര ഭംഗിയാണ്, ഞാൻ എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ സ്വയം ഒന്ന് പാമ്പർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസും ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഒന്ന് വേറൊന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, സെപ്റ്റോ എന്നാണ് ഞങ്ങളിപ്പോൾ വെജിറ്റബിൾസ് മേടിക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡ് എന്ന് അത് ഓർഡർ ചെയ്യുവാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു 252 റുപ്പീസ് അടുപ്പിച്ചാണ് ആയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. ഡെയിലി എന്തെങ്കിലും ഒരു ക്ലീനിങ് ചെറുത് മതി കേട്ടോ. ഒരുപാട് അങ്ങനെ വലിയ സ്പേസ് ഒന്നും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് സ്പേസ് നമ്മളൊന്ന് മൈൻഡിൽ വിചാരിക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക, ടു ഡു ലിസ്റ്റ് പോലെ ചെയ്തിട്ട് ഞാൻ ഈ ഒരു പോർഷൻ വീടിൻ്റെ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യും എന്നുള്ളത്.
എന്നിട്ട് അത് നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ഏരിയ വെച്ച് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഫെസ്റ്റിവൽ വരുന്ന സമയത്തൊന്നും നമുക്കങ്ങനെ ഭയങ്കരമായിട്ടൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരത്തേ ഇല്ല. അപ്പം ഞാൻ ഡെയിലി എന്തെങ്കിലും ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യുന്നത്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തീർന്നതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്ന ഓരോ റാക്കുകളും മറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ സൊല്യൂഷൻസ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. മുന്നേ ആണെങ്കിൽ വിനേഗറും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാമായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ലെമൺ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ലാത്തത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചീറ്റിംഗ് ടൈം. നമ്മളെപ്പോഴും ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് എന്തായാലും തോന്നും, അത് സ്വാഭാവികമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കണമെന്ന് തോന്നും അല്ലേ. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒരുപാട് കാണത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചീറ്റിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ട് എടുത്തതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തായാലും എനിക്കൊരു ഓംലെറ്റ് കഴിക്കണമെന്ന് തോന്നി. പുളിസാദത്തിൻ്റെ കൂടെയാണ്, അത് ഒട്ടും ഒരു കോമ്പിനേഷൻ ഉള്ളതല്ല, പക്ഷേ എന്തോ എനിക്ക് തോന്നി ഞാനത് ചെയ്തേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കി കഴിച്ചു. അത് കഴിച്ചപ്പോഴേക്കും എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ്റെ ലെവലെന്ന് പറയുന്നത് വേറൊന്നായിരുന്നു. എന്ന് കരുതി ഡെയിലി നമ്മൾ അങ്ങനെ കഴിക്കണമെന്നല്ല, ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ചീറ്റ് ഡേ ആക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് റീഡിങ് ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴയ ഒരു എവിടെയോ മറന്നു വെച്ചൊരു ശീലമായിരുന്നു റീഡിങ്, അതൊക്കെ തിരിച്ച് കിട്ടിയെന്ന് ഒരുപാട് പേരുടെ കമൻസൊക്കെ വായിച്ചപ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരാൾക്കെങ്കിലും ലൈഫിലൊരു മാറ്റം ഉണ്ടായതിൽ. അപ്പം ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഖദീജ എന്ന് പറയുന്ന ബുക്കാണ്. നല്ല ബുക്കാണ് കേട്ടോ. ഈ ഒരു ബുക്ക് നല്ല കാമായിട്ടിരുന്ന് വായിക്കേണ്ട ഒരു ബുക്കാണ്, നമുക്ക് മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇത് മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. എൻ്റെ ഇരിക്കുന്ന ബുക്സൊക്കെ മിക്കതും മീഷോയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഞാൻ മാളിൽ പോകുമ്പോഴേക്കും എടുക്കാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വരുമ്പോഴേക്കും മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ ബുക്സൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് നേരം ഒന്ന് ചുമ്മാതിരിക്കുക. നമ്മൾ ഒരു ദിവസം ഒരുപാട് ജോലിയൊക്കെ നമ്മൾ ചെയ്യുമല്ലേ, ഒരുപാട് നമ്മളെന്താണ് പ്രൊഡക്റ്റീവൊക്കെ ആയി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നും. ചില ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് നല്ല ക്ഷീണം തോന്നുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങും. ഞാനങ്ങനെ പൊതുവിൽ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. പക്ഷേ എന്നാലും ചില സമയത്ത് നമ്മുടെ ശരീരം നമുക്ക് തരുന്നൊരു സൂചനയാണ് ഒരുപാട് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഉറക്കം വരുന്നു എന്നുള്ളത്. ആ സമയത്ത് പോയിട്ട് ഉറങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് നോക്കി നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു മൂവി കാണും. ഏതെങ്കിലുമൊക്കെ മൂവി ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്നിട്ട് OTTയിൽ കാണുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. എത്രത്തോളം നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമോ അത്രത്തോളം നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണെന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ബോട്ടിൽ എപ്പോഴും കയ്യിൽ വെള്ളം ഫുള്ളാക്കി ഞാൻ വെച്ചേക്കും. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ബോട്ടിൽ കയ്യിൽ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ കാണുന്ന രീതിയിൽ നമ്മൾ ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ശരീരത്തിൽ ജലാംശം കുറവാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ വന്ന് പിടിപെടും. അതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ഈവനിങ്ങിൽ കോഫിയാണ് കുടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങളങ്ങനെ ഈവനിങ് ടൈമിൽ കോഫിയോ ചായയോ ഒന്നും കുടിക്കാറില്ല. പക്ഷേ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഈ പറഞ്ഞ പോലെ ചീറ്റ് ടൈം പോലെ ഞങ്ങൾ കുടിക്കാറുണ്ട്. ഇന്ന് മെയിനായിട്ട് കോഫി ഞാൻ ഇട്ടതെന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ജസ്ന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഞാനിന്ന് ഈ ഒരു ഫിൽറ്റർ കോഫി മേക്കർ മേടിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതിയും കൂടെ കാണിച്ചു തരണേന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് മേടിക്കുന്നത്. പിന്നെ ചിക്കോരി ചേർത്തിട്ടുള്ള ഫിൽറ്റർ കോഫി പൗഡർ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിൽറ്റർ കോഫി മേക്കറിന് 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന് ഹോൾസ് ഉള്ളൊരു പാർട്ടും പിന്നെ അടിഭാഗത്തുള്ളൊരു പോർഷനുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ താഴത്തെ തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഹോൾസ് ഉള്ള പോർഷൻ വെച്ച് അതിനകത്തൊരു വെട്ട് വരുന്ന ഭാഗം വരയ്ക്കും നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 4-5 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു അകത്തിരിക്കുന്ന ഒരു സംഭവം കണ്ട ഒരു ഹാൻഡിലുള്ളൊരു സാധനം അത് അകത്തോട്ടേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ടൈറ്റ് ആക്കണ്ട. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചേക്കുക. അത് അവിടെ ഇരുന്ന് ചൂടുവെള്ളത്തിൽ ആ കോഫി പൗഡറിൻ്റെ ഇത് ഇറങ്ങി താഴത്തെ പോർഷനിലേക്ക് ഇതിൻ്റെ
വെള്ളം ഇങ്ങനെ ടിക്കോഷൻ എന്നാണ് അതിന് പറയുന്നത്. ടിക്കോഷൻ ഇങ്ങനെ വീണ് അതിൽ സ്റ്റോറായിട്ടിരിക്കും. ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുക്കും കേട്ടോ. ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലേ ദിവസമൊക്കെ നൈറ്റ് ഇതുപോലെ ടിക്കോഷൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് കോഫി മേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള കോഫി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഫിൽറ്റർ കോഫി അല്ല, സാധാരണ കോഫിയാണ്. കോഫി പൗഡറിൽ കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയും തിളപ്പിച്ച പാലും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കോഫി കുടിക്കുന്നത് അത്ര ഹെൽത്തിയൊന്നും അല്ല ശരീരത്തിന്. പക്ഷെ എന്നാലും ചില സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ, ഹസ്ബൻഡിന് ആണ് പ്രത്യേകിച്ച്, ഞങ്ങളിങ്ങനെ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ ഇട്ട് കുടിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ, അതായത് ഫിൽറ്റർ കോഫി അല്ലാതെ ഈ കോഫി ഇടുമ്പോഴേക്കും എനിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നില്ല. നെസ്കഫേയുടെ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ ചിക്കോരി കോഫി ആണെന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു ബ്രാൻഡാണ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ എടുത്ത് നോക്കിയപ്പോഴേക്കും ടിക്കോഷനൊക്കെ താഴെ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അപ്പോൾ ഫുള്ള് അത് ടിക്കോഷൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഇത് വെച്ചിരുന്നേനെ. അങ്ങനെ ടിക്കോഷൻ നമുക്ക് പുറത്തെടുക്കാം. ആവശ്യത്തിന് നമ്മൾ എത്ര പേരാണോ കുടിക്കുന്നതിനനുസരിച്ചുള്ള ടിക്കോഷൻ നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിളച്ച പാലും അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ കോഫി പൗഡർ ഏത് കോഫിയാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ കടുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ടിക്കോഷൻ നമുക്ക് ചേർത്ത് കൊടുത്ത് കറക്റ്റ് ആ ഒരു പാകം ആവുന്ന വരേക്കും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കടുപ്പം കൂടുതൽ വേണം. പിന്നെ തമിഴ്നാട്ടിൽ കിട്ടുന്ന കോഫിയുടെ ടേസ്റ്റ് അറിയാലോ, നല്ല കടുപ്പവും അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം മധുരം ചേർത്തിട്ടുണ്ട്. വൈറ്റ് ഷുഗർ അങ്ങനെ ഞങ്ങൾ കഴിക്കാറില്ല. പക്ഷേ കോഫി ഇടുന്ന സമയത്ത് വൈറ്റ് ഷുഗർ ഇട്ടാലേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫിൽറ്റർ കോഫിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ കോഫിയാണ് കുടിച്ചത്. ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തത് ഒരു റിക്വസ്റ്റ് വന്നത് കൊണ്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, വൈകുന്നേരങ്ങളിലും രാവിലെകളിലും നമ്മൾ പ്രെയർ ടൈമിന് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഉള്ളവരാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കുറച്ച് സമയം നിങ്ങൾ പ്രെയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ പ്രെയർ ചെയ്യാൻ ഇങ്ങനെ വിളക്കൊന്നും വെച്ച് കത്തിക്കാനൊന്നും ഇഷ്ടമില്ല, അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രെയർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണല്ലോ, നമ്മൾ എല്ലാം മറന്ന് നമ്മൾ ഏകാഗ്രമായിട്ട് കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടേതായ രീതിയിലുള്ള ഏതാണോ നമ്മുടെ മതം അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരും കാണുമല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഉരുളി ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ മുന്നേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴും അന്നും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല നിറങ്ങളിലുള്ള പൂക്കൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് കുളിർമയുകയും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി വീട്ടിലുണ്ടാവുകയൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇതുപോലൊരു ധൂപ് കത്തിച്ച് വെക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാമ്പ്രാണി എന്നൊക്കെ പറയും ഇതിനെ. നമ്മുടെ വീടിനുള്ളിൽ സുഗന്ധവും പ്രകാശവും ഒക്കെ കിട്ടുമ്പോഴേക്കും, വീടിനുള്ളിൽ എന്നല്ല നമ്മുടെ കണ്ണുകളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു മണം, ഒരു ഡിവൈൻ സ്മെല്ല് വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ധൂപ് കത്തിച്ച് വെക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നൊരു പ്രതീതി നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനെനിക്ക് ഒരുപാട് വ്യത്യാസവും വന്നിട്ടുണ്ട് കേട്ടോ. മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവുന്ന പോലെ തോന്നും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഒരു മാറ്റം വരും, ഉറപ്പാണ് കേട്ടോ. അതായത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും പോകുന്ന സ്ഥലങ്ങൾ കാണുമല്ലോ നമ്മുടെ വീട്ടിൽ, അതായത് ഉപയോഗിക്കുന്ന നമ്മുടെ ബെഡ്റൂം, കിച്ചൺ, അതുപോലെ ലിവിങ് റൂം, ഇതിലൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ പോയി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോസിറ്റീവ് കോട്ട്സുകൾ ഇങ്ങനെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. ഇത് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും പോസിറ്റീവ് കോട്ട്സുകൾ കാണാൻ പറ്റും. വീട്ടിൽ പുറത്തു നിന്ന് വരുന്നവരാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും നമ്മൾ മനസ്സൊന്ന് തകർന്നിരിക്കുന്ന സമയത്ത് അതിലേക്കൊന്ന് നോക്കി കുറച്ച് നേരം അതൊന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ മൂഡ് തന്നെ ഒന്ന് ചേഞ്ച് ആവും.
നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ അവസാനിക്കുമ്പോഴും, അതായത് ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ ഉറപ്പായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുക കേട്ടോ. എഴുതി തന്നെ വെക്കണമെന്നില്ല. എഴുതാനായിട്ട് എല്ലാവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടായെന്ന് വരത്തില്ല. മനസ്സിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുകയാണ് വേണ്ടത്. നമുക്കൊന്നുമില്ല, നമ്മൾ ഒന്നുമില്ലാത്തവരാണ് എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കും തോറും നമ്മളിലേക്ക് ഒന്നും വരത്തില്ല കേട്ടോ. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമോ അത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളാണുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ച കാര്യമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ആമി ഉണ്ടായ ആ ഒരു സമയത്ത്, ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും എന്നും എന്നിലേക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് വഴി പറയുന്നതാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇതിൽ റിസർച്ചും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടൊന്നും അല്ല. എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്കുണ്ടായ മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പോസിറ്റീവായി നടന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കാണ് നമ്മൾ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള മാനസികമായ വിഷമങ്ങളും നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ചിന്തകളും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി വെച്ചേക്കുക. മനസ്സിനെ നമ്മളെപ്പോഴും പാകപ്പെടുത്തി തന്നെ വെച്ചേക്കുക. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടുന്നത്. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thanks for watching.